പരകായ പ്രവേശനം എന്ന ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ആ ടാസ്ക് വളരെ ഗംഭീരമായിട്ടാണ് മത്സരാർത്ഥികൾ അവസാനിപ്പിച്ചത്. ബിഗ് ബോസിന്റെ വക പ്രത്യേകമായ അഭിനന്ദനം അവർക്ക് ലഭിച്ചു. ബിഗ് ബോസ് പറഞ്ഞത് ഒന്നും പറയാനില്ല, തകർത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. ഏറ്റവും മനോഹരമായി നിങ്ങളെല്ലാം നന്നായി പെർഫോം ചെയ്തു എന്നുള്ള അഭിനന്ദന വാക്കുകൾ നൽകി അതിൽ തുള്ളിച്ചാടിയൊക്കെയാണ് മത്സരാർത്ഥികൾ ലിവിംഗ് ഏരിയയിൽ നിന്നും പിരിഞ്ഞുപോയത്. ഈ ഒരു ടാസ്കിന്റെ അന്തസത്ത അതേ നിലയിൽ നിലനിർത്തുവാൻ എല്ലാവരും ശ്രദ്ധിച്ചു. പക്ഷേ എടുത്തു പറയേണ്ടത്, ആരംഭം മുതൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ രണ്ട് ക്യാരക്ടറുകൾ ചെയ്ത വ്യക്തികളാണ്. ഒന്ന് അർജുനും, രണ്ട് ജാസ്മിനും. അവരുടെ ഒബ്സർവേഷനുകൾ, അവർ ഓരോ വ്യക്തികളെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്, അവരുടെ വ്യക്തിത്വം, അവരുടെ സംസാരം, അവരുടെ ആംഗ്യവിക്ഷേപങ്ങൾ, അങ്ങനെ എല്ലാം അവർ ഒപ്പിയെടുക്കുകയായിരുന്നു. അതിനകത്ത് അർജുന്റെ പെർഫോമൻസ് എടുത്തു പറഞ്ഞേ മതിയാവുകയുള്ളൂ. നോറയെ അടിമുടി അയാൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് മേമ്പൊടി എന്ന വണ്ണം ബിഗ് ബോസ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇതിനിടയ്ക്ക് ഇടപെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നോറയെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു കയറ്റുകയാണ്. സത്യത്തിൽ അത് രസകരമായൊരു മൂവ്മെന്റ് തന്നെയായിരുന്നു. നോറ ഇടയ്ക്കിടയ്ക്ക് കരയുമ്പോൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചു കയറ്റുകയും നിങ്ങൾ ഒരു നല്ല മത്സരാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു വിടുകയും ചെയ്യുന്ന ആ ഒരു സംഗതി, അത് ബിഗ് ബോസ് തന്നെ മുൻകൈയെടുത്ത് ഇതിനകത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് രസകരമായിരുന്നു. നോറ കുളി കഴിഞ്ഞു വരുമ്പോൾ തലയിൽ കെട്ടിവെക്കുന്ന ആ ടർക്കി ഉൾപ്പെടെ അർജുൻ അതുപോലെ പ്രതിഷ്ഠിച്ചു. നോറ സംസാരിക്കുമ്പോൾ നോറയുടെ സംസാരം പരസ്പരം കണക്റ്റഡ് അല്ല. നോറ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കൊടുക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിലും വീട്ടുകാർക്ക് യാതൊരു ക്ലാരിറ്റിയും ഒന്നിലും ലഭിക്കില്ലായിരുന്നു. അതിന്റെ പ്രഥമ ഉദാഹരണമായിട്ട് കൊണ്ടുവന്ന ചില ഡയലോഗുകൾ മറക്കുവാൻ കഴിയാത്തതാണ്. അതായത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് യാതൊരു ബന്ധവുമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റാറില്ലേ എന്നതുപോലെ അർജുൻ നോറയെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്, നിങ്ങളെല്ലാവരും എനിക്കെതിരെ ഗെയിം കളിക്കുകയാണ്, ഞാൻ പുറത്താവുക എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരെയും ലക്ഷ്യം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? നവംബർ 1 കേരളപ്പിറവി ആഘോഷിക്കുന്നുണ്ടോ? അതുപോലെ ഓണത്തിന് മാവേലി വരുന്നുണ്ടോ? ക്രിസ്മസിന് ക്രിസ്മസ് പപ്പ വരുന്നുണ്ടോ? എല്ലാ വീക്കെൻഡുകളിലും ഇവിടെ ലാലേട്ടൻ വരുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ സിജോ എന്ന ജാസ്മിൻ അതിനകത്തേക്ക് കയറി ഇന്റർഫെയർ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇവിടെ സിജോയുടെ സംഭാവനയല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? സിജോയുടെ സംഭാവനയല്ലാതെ ഇവിടെ ആറ്റംബർഗ് ഉണ്ടോ? സിജോയുടെ സംഭാവനയല്ലാതെ ഇവിടെ ഡൊമക്സ് ഉണ്ടോ? സിജോ ചെയ്യുന്നതല്ലാതെ ഇവിടെ എന്തെങ്കിലും കണ്ടന്റുകൾ ഉണ്ടോ? അങ്ങനെയൊന്നും മോൻ പറഞ്ഞ് പഠിക്കില്ല മോനെ. മോൻ ആ കാര്യത്തിൽ വളരെ ശിശുവാണ് മോൻ, കുറെ കൂടെ വളരാനുണ്ട് മോനെ. സിജോയാണ് മോനെ ഇവിടുത്തെ എല്ലാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാക്കി. സിജോയെയും ജാസ്മിനെയും എടുത്തു പറഞ്ഞേ മതിയാവുകയുള്ളൂ. രണ്ടാൾക്കാരും വളരെ കൃത്യമായിട്ട് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവരുടെ ഓരോ ചലനങ്ങളും ഓരോ സംസാര രീതികളും വളരെ കൃത്യമായിട്ട് വീക്ഷിച്ച് അത് വ്യക്തമായി വെളിപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഗംഭീരമായിട്ട് പരകായ പ്രവേശനം എന്ന ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ടാസ്കിന്റെ അവസാന സമയത്ത് ജയിൽ നോമിനേഷൻ വന്നിരുന്നു. ഈ ജയിൽ നോമിനേഷനിലേക്ക് രണ്ടാൾക്കാരെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നോറയെയും, രണ്ട് ജാസ്മിനെയുമാണ്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൂടി നടത്തുവാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് വെച്ച് കുറെ ട്രോളുകൾ ഇറങ്ങുവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.